അധ്യായം 40 സൂറത്തുൽ ഗാഫിർ. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 85. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഹാമീം. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. ഈ വേദഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപശാലിയും സർവജ്ഞനുമായ അല്ലാഹുവിൽ നിന്നാകുന്നു. غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. പശ്ചാത്താപം സ്വീകരിക്കുന്നവനും പാപം പൊറുക്കുന്നവനും കഠിനമായി ശിക്ഷിക്കുന്നവനും യോഗ്യനുമായവൻ അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അവനിലേക്കാണ് എല്ലാവരുടെയും മടക്കം. ما يجادل في آيات الله إلا الذين كفروا فلا يغررك تقلبهم في البلاد. സത്യനിഷേധികളല്ലാതെ അല്ലാഹുവിന്റെ ആയത്തുകളിൽ സന്ദേശ ലക്ഷ്യങ്ങളിൽ തർക്കിക്കുകയില്ല. എന്നാൽ അവർ നാടുകളിൽ യഥേഷ്ട സ്വൈരവിഹാരം ചെയ്യുന്നത് താങ്കളെ വഞ്ചിച്ചു കളയരുത്. كذبت قبلهم قوم نوح والأحزاب من بعدهم وهمت كل أمة برسولهم ليأخذوه وجادلوا بالباطل ليدحضوا به الحق فأخذتهم فكيف كان عقاب. ഇവരുടെ മുമ്പ് നൂഹ് നബിന്റെ ജനതയും അവർക്ക് ശേഷം വന്ന പല കക്ഷികളും സത്യത്തെ നിഷേധിക്കുകയും ഓരോ സമുദായവും അവരുടെ റസൂലിനെ പിടിച്ച് ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയും അസത്യം കൊണ്ട് തർക്കിക്കുകയും ചെയ്തു. അതുമൂലം സത്യത്തെ തുടച്ചു നീക്കുവാൻ വേണ്ടി അതിനാൽ അവരെ ഞാൻ പിടിച്ചു ശിക്ഷിച്ചു. അപ്പോൾ എന്റെ ശിക്ഷ എങ്ങനെയായി? وَكَذَلِكَ حَقَّتْ كَلِمَةُ رَبِّكَ عَلَى الَّذِينَ كَفَرُوا أَنَّهُمْ أَصْحَابُ النَّارِ. അപ്രകാരം ഈ സത്യനിഷേധികളുടെ മേലും താങ്കളുടെ റബ്ബിന്റെ വചനം സ്ഥിരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവർ നരകക്കാർ തന്നെയാണ്. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. അർശ് ചുമക്കുന്നവരും അവരുടെ ചുറ്റുമുള്ളവരും താങ്കളുടെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു. അവർ അവനിൽ വിശ്വസിക്കുകയും ഭൂമിയിലുള്ള സത്യവിശ്വാസികൾക്ക് പാപമോചനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരിങ്ങനെ പറയും: ഞങ്ങളുടെ നാഥ, നിന്റെ കാരുണ്യവും അറിവും എല്ലാ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നു. അതിനാൽ പശ്ചാത്തപിക്കുകയും നിന്റെ മാർഗം പിൻപറ്റുകയും ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കേണമേ. ജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് അവരെ നീ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. ഞങ്ങളുടെ നാഥ, നീ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്തതികൾ എന്നിവരിൽ നിന്ന് നന്നായി തീർന്നവരെയും നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പ്രതാപശാലിയും സർവജ്ഞനുമാകുന്നു. وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم.
നീ അവരെ തിന്മകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. ആ ദിവസം അന്ത്യനാളിൽ തിന്മകളിൽ നിന്ന് വല്ലവനെയും കാക്കുന്ന പക്ഷം തീർച്ചയായും അവന് നീ കരുണ ചെയ്തു. മഹത്തായ വിജയം അതുതന്നെയാണ്. ഇന്നല്ലദീന കഫറൂ യുനാദൗന ലമഖതുല്ലാഹി അക്ബറു മിൻ മഖതികും അൻഫുസകും ഇദ് തുദഊന ഇലൽ ഈമാനി ഫതക്ഫുറൂൻ. സത്യനിഷേധികളോട് വിളിച്ചു പറയപ്പെടും, നിങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയും അങ്ങനെ അത് നിഷേധിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന് നിങ്ങളോടുണ്ടായ കോപം ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തത്തോട് തന്നെയുള്ള കോപത്തേക്കാൾ തീർച്ചയായും വളരെ വലുതാണ്. قالوا ربنا أمتنا اثنتين وأحييتنا اثنتين فاعترفنا بذنوبنا فهل إلى خروج من سبيل. അപ്പോൾ അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ നീ 2 പ്രാവശ്യം മരിപ്പിക്കുകയും 2 പ്രാവശ്യം ജീവിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ കുറ്റം ഏറ്റുപറയുന്നു. ഇനി ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير. തത്സമയം അവരോട് പറയപ്പെടും, ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാരണം അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നിങ്ങൾ അവന്റെ ഏകത്വത്തെ നിഷേധിക്കുകയും അവനോട് പങ്കുചേർക്കപ്പെടുമ്പോൾ നിങ്ങൾ അതിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഇനി ഭൗതിക ലോകത്തേക്ക് മടക്കിയാലും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇന്ന് വിധി കൽപ്പിക്കൽ ഉന്നതനും മഹാനുമായ അള്ളാഹുവിന് മാത്രം അധികാരപ്പെട്ടത് ആകുന്നു. هو الذي يريكم آياته وينزل لكم من السماء رزقا وما يتذكر إلا من ينيب. തന്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ മൂലം ഭക്ഷണമിറക്കി തരുന്നതും അവനാണ്. അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരല്ലാതെ ചിന്തിക്കുകയില്ല. فادعوا الله مخلصين له الدين ولو كره الكافرون. അതുകൊണ്ട് കീഴ്വണക്കം അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. സത്യനിഷേധികൾ അത് വെറുത്താലും ശരി. رفيع الدرجات ذو العرش يلقي الروح من أمره على من يشاء من عباده لينذر يوم التلاق. അവൻ ഉത്കൃഷ്ട വിശേഷങ്ങളുള്ളവനും അർശിന്റെ ഉടമസ്ഥനുമാണ്. തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ കൽപ്പനയാകുന്ന സന്ദേശം വഹി അവൻ അറിയിച്ചു കൊടുക്കുന്നു. പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസത്തെ സംബന്ധിച്ച്, അന്ത്യനാളിനെ കുറിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുവാൻ വേണ്ടി يوم هم بارزون لا يخفى على الله منهم شيء لمن الملك اليوم لله الواحد القهار. അതായത് ജനങ്ങൾ ഖബറുകളിൽ നിന്ന് പുറത്തു വരുന്ന ദിവസത്തെക്കുറിച്ച് അവരിൽ നിന്ന് യാതൊരു കാര്യവും അള്ളാഹുവിന് മറഞ്ഞു പോകുന്നതല്ല. ഇന്ന് ആർക്കാണ് രാജാധികാരം? ഏകനും സർവാധിപതിയുമായ അള്ളാഹുവിന് തന്നെ. اليوم تجزى كل نفس بما كسبت لا ظلم اليوم إن الله سريع الحساب. അന്ന് ഓരോരുത്തർക്കും അവർ ചെയ്തതിന്റെ പ്രതിഫലം നൽകപ്പെടും. അന്ന് യാതൊരു അനീതിയും ഉണ്ടായിരിക്കുന്നതല്ല. തീർച്ചയായും വേഗം വിചാരണ നടത്തുന്നവനാണ് അല്ലാഹു. وأنذرهم يوم الآزفة إذ القلوب لدى الحناجر كاظمين ما للظالمين من حميم ولا شفيع يطاع. നബിയെ, അവർക്ക് ആ ആസന്ന സംഭവത്തിന്റെ ദിവസത്തെക്കുറിച്ച് താക്കീത് നൽകുക.
അതായത് അവർ ദുഃഖത്താൽ ശ്വാസം അടക്കിപ്പിടിച്ചവരായി ഹൃദയങ്ങൾ തൊണ്ടക്കുഴികളുടെ അടുത്തെത്തുന്ന അവസരത്തെക്കുറിച്ച് അക്രമികൾക്ക്, ബഹുദൈവ വിശ്വാസികൾക്ക് അന്ന് യാതൊരു അടുത്ത സ്നേഹിതനുമുണ്ടാവുകയില്ല, സ്വീകാര്യനായ ഒരു ശുപാർശകനുമുണ്ടാവുകയില്ല. يعلم خائنة الأعين وما تخفي الصدور. കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ മറച്ചുവെക്കുന്നതും അല്ലാഹു അറിയുന്നു. والله يقضي بالحق والذين يدعون من دونه لا يقضون بشيء إن الله هو السميع البصير. അല്ലാഹു നീതി അനുസരിച്ച് വിധി കൽപ്പിക്കുന്നു. അവനെ കൂടാതെ അവർ ആരാധിക്കുന്ന വസ്തുക്കളാവട്ടെ യാതൊരു വിധിയും കൽപ്പിക്കുകയില്ല. തീർച്ചയായും അല്ലാഹു തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين كانوا من قبلهم كانوا هم أشد منهم قوة وآثارا في الأرض فأخذهم الله بذنوبهم وما كان لهم من الله من واق. ഇവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ? അപ്പോൾ ഇവർക്ക് നോക്കിക്കാണാമല്ലോ ഇവരുടെ മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയാണുണ്ടായതെന്ന്. അവർ ശക്തി കൊണ്ടും ഭൂമിയിലുണ്ടാക്കിയ അടയാളങ്ങൾ കൊണ്ടും ഇവരെക്കാൾ ശക്തിയേറിയവർ തന്നെയായിരുന്നു. എന്നിട്ട് അവരുടെ പാപങ്ങൾ നിമിത്തം അല്ലാഹു അവരെ പിടികൂടി ശിക്ഷിച്ചു. അല്ലാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കാൻ അവർക്കാരും ഉണ്ടായില്ല. ذلك بأنهم كانت تأتيهم رسلهم بالبينات فكفروا فأخذهم الله إنه قوي شديد العقاب. അങ്ങനെ സംഭവിക്കാൻ കാരണം അവരുടെ അടുക്കൽ മുർസലുകൾ, ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ചെന്നിരുന്നു. എന്നിട്ടവർ അവരെ നിഷേധിച്ചു കളഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അല്ലാഹു അവരെ പിടിച്ചു ശിക്ഷിച്ചു. തീർച്ചയായും അവൻ ശക്തനും കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. وَلَقَدْ أَرْسَلْنَا مُوسَى بِآيَاتِنَا وَسُلْطَانٍ مُبِينٍ. തീർച്ചയായും നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ അധികാര പ്രമാണവുമായി മൂസാ നബിയെ നാം അയക്കുകയുണ്ടായി. إلى فرعون وهامان وقارون فقالوا ساحر كذاب. ഫിർഔൻ, ഹാമാൻ, ഖാറൂൻ എന്നിവരുടെ അടുത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞു, ഇദ്ദേഹം കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാകുന്നു. فلما جاءهم بالحق من عندنا قالوا قتلوا أبناء الذين آمنوا معه واستحيوا نساءهم وما كيد الكافرين إلا في ضلال. അങ്ങനെ നമ്മുടെ പക്കൽ നിന്നുള്ള സത്യവും കൊണ്ട് അദ്ദേഹം അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവന്റെ കൂടെ വിശ്വസിച്ചവരുടെ ആൺമക്കളെ നിങ്ങൾ കൊന്നുകളയുകയും സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്യുക. സത്യനിഷേധികളുടെ തന്ത്രം പരാജയത്തിൽ തന്നെയാണ് കലാശിക്കുക. وقال فرعون ذروني أقتل موسى وليدع ربه إني أخاف أن يبدل دينكم أو أن يظهر في الأرض الفساد. ഫിർഔൻ പറഞ്ഞു, എന്നെ നിങ്ങൾ വിട്ടേക്കുക, അനുവദിക്കൂ, ഞാൻ മൂസായെ കൊന്നുകളയട്ടെ. അവന്റെ റബ്ബിനെ അവൻ വിളിക്കുകയും ചെയ്തുകൊള്ളട്ടെ. അവൻ നിങ്ങളുടെ മതം മാറ്റിക്കളയുകയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യുമെന്ന് തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. وقال موسى إني عذت بربي وربكم من كل متكبر لا يؤمن بيوم الحساب.
മൂസ നബി പറഞ്ഞു, നിശ്ചയമായും എന്റെയും നിങ്ങളുടെയും റബ്ബിനോട് വിചാരണ ദിവസത്തിൽ വിശ്വസിക്കാത്ത എല്ലാ അഹംഭാവികളിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله وقد جاءكم بالبينات من ربكم وإن يك كاذبا فعليه كذبه وإن يك صادقا يصبكم بعض الذي يعدكم إن الله لا يهدي من هو مسرف كذاب. തന്റെ വിശ്വാസം മറച്ചുവെക്കുകയായിരുന്ന ഫിർഔന്റെ ആൾക്കാരിൽപ്പെട്ട സത്യവിശ്വാസിയായ ഒരു പുരുഷൻ പറഞ്ഞു, എന്റെ നാഥൻ അല്ലാഹുവാണെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഒരാളെ കൊല്ലുകയോ? അദ്ദേഹമാകട്ടെ നിങ്ങളുടെ രക്ഷിതാവിന്റെ പക്കൽ നിന്ന് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. അദ്ദേഹം വ്യാജവാദിയാണെങ്കിൽ തന്റെ വ്യാജവാദത്തിന്റെ ദോഷഫലം അദ്ദേഹം തന്നെ അനുഭവിക്കും. ഇനി അദ്ദേഹം സത്യവാദിയാണെങ്കിലോ അദ്ദേഹം നിങ്ങളെ താക്കീത് ചെയ്യുന്ന ചിലത് നിങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നതാണ്. അതിര് കവിഞ്ഞവനും വളരെയധികം വ്യാജം പറയുന്നവനുമായ ഒരാളെ അല്ലാഹു ലക്ഷ്യത്തിലെത്തിക്കുകയേയില്ല. يا قوم لكم الملك اليوم ظاهرين في الأرض فمن ينصرنا من بأس الله إن جاءنا قال فرعون ما أريكم إلا ما أرى وما أهديكم إلا سبيل الرشاد. എന്റെ ജനങ്ങളെ, നിങ്ങൾ ഭൂമിയിൽ മികച്ചു നിൽക്കുന്നവരായ സ്ഥിതിയിൽ ഇന്ന് നിങ്ങൾക്കാണ് ആധിപത്യം. എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ നമുക്ക് വന്നെത്തുകയാണെങ്കിൽ ആരാണ് അതിൽ നിന്നും നമ്മെ സഹായിക്കാനുള്ളത്? ഫിർഔൻ പറഞ്ഞു, ഞാൻ നല്ലതായി കാണുന്ന കാര്യമല്ലാതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, ബുദ്ധിപൂർവമായ മാർഗമല്ലാതെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടി തരുന്നുമില്ല. وقال الذي آمن يا قوم إني أخاف عليكم مثل يوم الأحزاب. ആ സത്യവിശ്വാസി വീണ്ടും പറഞ്ഞു, എന്റെ ജനങ്ങളെ, തീർച്ചയായും സഖ്യകക്ഷികളുടെ ദിവസം പോലെയുള്ള ശിക്ഷാദിവസം വരുന്ന അതിനെ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു. مثل دأب قوم نوح وعاد وثمود والذين من بعدهم وما الله يريد ظلما للعباد. അതായത് നോഹ് നബിന്റെ ജനതയുടെയും ആദിന്റെയും സമൂദിന്റെയും അവർക്ക് ശേഷമുള്ളവരുടെയും അനുഭവങ്ങൾക്ക് തുല്യമായ അനുഭവം അല്ലാഹു അവന്റെ അടിമകളോട് അനീതി പ്രവർത്തിക്കുവാൻ ഉദ്ദേശിക്കുകയില്ല തന്നെ. وَيَا قَوْمِ إِنِّي أَخَافُ عَلَيْكُمْ يَوْمَ التَّنَادِ. എന്റെ ജനങ്ങളെ, പരസ്പരം വിളിക്കുന്ന ദിവസത്തെ അന്ത്യദിനം നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു. يَوْمَ تُوَلُّونَ مُدْبِرِينَ مَا لَكُمْ مِنَ اللَّهِ مِنْ عَاصِمٍ وَمَنْ يُضْلِلِ اللَّهُ فَمَا لَهُ مِنْ هَادٍ. അതായത് നിങ്ങൾ പിന്തിരിഞ്ഞോടുന്ന ദിവസം, അന്ന് നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന് രക്ഷ നൽകുന്ന ആരും ഉണ്ടാവുകയില്ല. അല്ലാഹു ആരെയെങ്കിലും വഴിപിഴപ്പിച്ചാൽ അവനെ സന്മാർഗത്തിലാക്കുന്ന ഒരാളുമില്ല. وَلَقَدْ جَاءَكُمْ يُوسُفُ مِنْ قَبْلُ بِالْبَيِّنَاتِ فَمَا زِلْتُمْ فِي شَكٍّ مِّمَّا جاءكم به حتى إذا هلك
قلتم لن يبعث الله من بعده رسولا كذلك يضل الله من هو مسرف مرتاب. ഇതിനു മുമ്പ് വ്യക്തമായ തെളിവുകളുമായി യൂസുഫ് നബി നിങ്ങളുടെ അടുക്കൽ വരികയുണ്ടായി. എന്നിട്ട് അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശത്തെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിനു ശേഷം അള്ളാഹു ഇനി ഒരു റസൂലിനെയും അയക്കുന്നതേയല്ല എന്നു നിങ്ങൾ പറഞ്ഞു. അപ്രകാരം ഏതൊരുവൻ അതിരു കവിഞ്ഞവനും സംശയാലുവുമാണോ അവനെ അള്ളാഹു വഴിതെറ്റിക്കുന്നതാണ്. الذين يجادلون في آيات الله بغير سلطان أتاهم كبر مقتا عند الله وعند الذين آمنوا كذلك يطبع الله على كل قلب متكبر جبار. അതായത് തങ്ങൾക്ക് വന്നു കിട്ടിയ യാതൊരു അധികൃത തെളിവും ഇല്ലാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നവരെ അത് അള്ളാഹുവിലും സത്യവിശ്വാസികളുടെ അടുക്കലും വളരെ വമ്പിച്ചതാണ്. അപ്രകാരം അഹങ്കാരികളും തന്നിഷ്ടക്കാരുമായ എല്ലാ ആളുകളുടെയും ഹൃദയങ്ങൾക്ക് അള്ളാഹു മുദ്രവെക്കുന്നതാണ്. وقال فرعون يا هامان ابن لي صرحا لعلي أبلغ الأسباب. ഫിർഔൻ പറഞ്ഞു, ഓ ഹാമാൻ, എനിക്കൊരു ഉന്നത സൗധം നീ നിർമ്മിച്ചു തരൂ, ഞാൻ ആ കവാടങ്ങളിൽ എത്തിച്ചേർന്നേക്കാം. أسباب السماوات فأطلع إلى إله موسى وإني لأظنه كاذبا وكذلك زين لفرعون سوء عمله وصد عن السبيل وما كيد فرعون إلا في تباب. അതായത് ആകാശങ്ങളുടെ കവാടങ്ങളിൽ എന്നിട്ട് അവിടെ ചെന്ന് മൂസായുടെ ഇലാഹിലേക്ക് ഒന്ന് എത്തിനോക്കാം, അവൻ അസത്യവാദിയാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്രകാരം ഫിറഔൻ അവന്റെ ദുർവൃത്തി മനോഹരമായി കാണിക്കപ്പെടുകയും നേരായ വഴിയിൽ നിന്ന് തടയപ്പെടുകയും ചെയ്തു. ഫിറഔന്റെ തന്ത്രം പരാജയത്തിൽ തന്നെയാണ് കലാശിച്ചത്. وقال الذي آمن يا قوم اتبعون أهدكم سبيل الرشاد. ആ സത്യവിശ്വാസി പിന്നെയും പറഞ്ഞു, എന്റെ ജനങ്ങളെ, എന്നെ പിന്തുടരുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ശരിയായ മാർഗം കാണിച്ചു തരാം. يا قوم إنما هذه الحياة الدنيا متاع وإن الآخرة هي دار القرار. എന്റെ ജനങ്ങളെ, ഈ ഐഹിക ജീവിതം വെറുമൊരു താൽക്കാലിക വിഭവം മാത്രമാണ്. തീർച്ചയായും പരലോകം സ്ഥിരതാമസത്തിന്റെ ഭവനം തന്നെയാകുന്നു. من عمل سيئة فلا يجزى إلا مثلها ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة يرزقون فيها بغير حساب. വല്ലവനും ഒരു തിന്മ ചെയ്താൽ അതിന്റെ അത്രയല്ലാതെ അവന് പ്രതിഫലം, ശിക്ഷ നൽകപ്പെടുകയില്ല. ഇനി ആരെങ്കിലും സത്യവിശ്വാസിയായിക്കൊണ്ട് ഒരു നന്മ ചെയ്താൽ ആണാകട്ടെ പെണ്ണാകട്ടെ അക്കൂട്ടർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവിടെ വെച്ച് അവർക്കൊരു കണക്കും കൂടാതെ സുഭിക്ഷമായി ആഹാരം നൽകപ്പെടുന്നതാണ്. وَيَا قَوْمِ مَا لِي أَدْعُوكُمْ إِلَى النَّجَاةِ وَتَدْعُونَنِي إِلَى النَّارِ. എന്റെ ജനങ്ങളെ, എനിക്കെന്താണ്, ഞാൻ നിങ്ങളെ രക്ഷയുടെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളാകട്ടെ എന്നെ നരകത്തിലേക്കും ക്ഷണിക്കും. ഇതെന്തൊരത്ഭുതം! تدعونني لأكفر بالله وأشرك به ما ليس لي به علم وأنا أدعوكم إلى العزيز الغفار.
അതായത് ഞാൻ അള്ളാഹുവിനെ നിഷേധിക്കുവാനും എനിക്കറിവില്ലാത്ത വസ്തുക്കളെ അവനോട് പങ്കുചേർക്കാനും നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നു. ഞാനാകട്ടെ പ്രതാപശാലിയും വളരെ പൊറുക്കുന്നവനുമായ അള്ളാഹുവിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. لا جرم أن ما تدعونني إليه ليس له دعوة في الدنيا ولا في الآخرة وأن مردنا إلى الله وأن المسرفين هم أصحاب النار. ഒരു കാര്യം സത്യമാണ്, നിങ്ങൾ ഏതൊന്നിലേക്ക് എന്നെ ക്ഷണിക്കുന്നുവോ അതിന് ഇഹത്തിലും പരത്തിലും വിളിക്കുത്തരം ഉണ്ടാകുന്നതല്ല. തീർച്ചയായും നമ്മുടെ മടക്കം അള്ളാഹുവിലേക്കാണ്. അതിര് കവിഞ്ഞവർ തന്നെയാണ് നരകക്കാർ. فستذكرون ما أقول لكم وأفوض أمري إلى الله إن الله بصير بالعباد. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നത് പിന്നീട് നിങ്ങൾ ഓർക്കുന്നതാണ്. എന്റെ കാര്യം അള്ളാഹുവിങ്കലേക്ക് ഞാൻ വരമേൽപ്പിക്കുന്നു. തീർച്ചയായും അള്ളാഹു തന്റെ അടിമകളെ നല്ലവണ്ണം കണ്ടറിയുന്നവനാകുന്നു. فوقاه الله سيئات ما مكروا وحاق بآل فرعون سوء العذاب. അപ്പോൾ അവരുടെ കുതന്ത്രങ്ങളുടെ തിന്മകളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ കാത്തു. ഫിർഔന്റെ ആൾക്കാരിൽ കടുത്ത ശിക്ഷ വന്നിറങ്ങുകയും ചെയ്തു. النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. നരകം രാവിലെയും വൈകുന്നേരവും അവർ അതിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. അന്ത്യഘട്ടം നിലവിൽ വരുന്ന ദിവസം, അന്ത്യദിനത്തിൽ ഫിർഔന്റെ ആൾക്കാരെ ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് നിങ്ങൾ കടത്തിവിടുക എന്ന് പറയപ്പെടുകയും ചെയ്യും. وَإِذْ يَتَحَاجُّونَ فِي النَّارِ فَيَقُولُ الضُّعَفَاءُ لِلَّذِينَ اسْتَكْبَرُوا إِنَّا كُنَّا لَكُمْ تَبَعًا فَهَلْ أَنْتُمْ مُغْنُونَ عَنَّا نَصِيبًا مِنَ النَّارِ. അവർ നരകത്തിൽ വെച്ച് തർക്കിക്കുന്ന സന്ദർഭം ഓർക്കുക. അപ്പോൾ ബലഹീനർ, അനുയായികൾ പ്രബലരോട്, നേതാക്കളോട് ചോദിക്കും, നിങ്ങളെ ഞങ്ങൾ അനുകരിക്കുന്നവർ തന്നെയായിരുന്നു. അതുകൊണ്ട് നരകശിക്ഷയിൽ നിന്നും ഒരു ഭാഗം ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കി തരുമോ? قال الذين استكبروا إنا كل فيها إن الله قد حكم بين العباد. അപ്പോൾ പ്രബലന്മാർ പറയും, തീർച്ചയായും നാം എല്ലാവരും ഇവിടെ തന്നെയാണ്. അള്ളാഹു അടിമകൾക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്തു കഴിഞ്ഞു. وقال الذين في النار لخزنة جهنم ادعوا ربكم يخفف عنا يوما من العذاب. നരകത്തിലുള്ളവർ നരകത്തിന്റെ കാവൽക്കാരോട് പറയും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, എന്നാൽ അവൻ ഞങ്ങൾക്ക് ശിക്ഷയിൽ നിന്നൊരു ദിവസം ലഘുവാക്കി തരുന്നതാണ്. أَوَلَمْ تَكُ تَأْتِيكُمْ رُسُلُكُمْ بِالْبَيِّنَاتِ قَالُوا بَلَى قَالُوا فَادْعُوا وَمَا دُعَاءُ الْكَافِرِينَ إِلَّا فِي ضَلَالٍ. അവർ ചോദിക്കും, നിങ്ങളുടെ അടുത്ത ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നിരുന്നില്ലേ? അവർ പറയും,
അതേ വന്നിരുന്നു. അവർ കാവൽക്കാർ പറയും, എങ്കിൽ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. സത്യനിഷേധികളുടെ പ്രാർത്ഥന ഒരിക്കലും ലക്ഷ്യത്തിലെത്തുകയില്ല. إنا لننصر رسلنا والذين آمنوا في الحياة الدنيا ويوم يقوم الأشهاد. നമ്മുടെ ദൂതന്മാരെയും സത്യവിശ്വാസം സ്വീകരിച്ചവരെയും ഇഹലോക ജീവിതത്തിലും സാക്ഷികൾ നിൽക്കുന്ന രംഗത്ത് വരുന്ന ദിവസവും നാം സഹായിക്കുക തന്നെ ചെയ്യും. يوم لا ينفع الظالمين معذرتهم ولهم اللعنة ولهم سوء الدار. അതായത് അക്രമികൾക്ക് അവരുടെ ഒഴിവ് കഴിവ് പ്രയോജനപ്പെടാത്ത ദിവസം മാത്രമല്ല, അവർക്കു തന്നെയാണ് ശാപം, അവർക്കു തന്നെയാണ് പരലോക ശിക്ഷയും. وَلَقَدْ آتَيْنَا مُوسَى الْهُدَى وَأَوْرَثْنَا بَنِي إِسْرَائِيلَ الْكِتَابَ. തീർച്ചയായും മൂസാ നബിക്ക് നാം മാർഗദർശനം നൽകുകയും ഇസ്രായേൽ സന്തതികൾക്ക് വേദഗ്രന്ഥം അനന്തരാവകാശമായി നാം കൊടുക്കുകയും ചെയ്തു. هُدًى وَذِكْرَى لِأُولِي الْأَلْبَابِ. ബുദ്ധിയുള്ളവർക്ക് ഒരു മാർഗദർശനവും തത്വോപദേശവുമായിക്കൊണ്ട്. فاصبر إن وعد الله حق واستغفر لذنبك وسبح بحمد ربك بالعشي والإبكار. അതുകൊണ്ട് നബിയെ, താങ്കൾ ക്ഷമിക്കുക. തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. താങ്കളുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. രാവിലെയും വൈകുന്നേരവും താങ്കളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യുക. ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാതില്ലാഹി ബിഗൈരി സുൽത്താനിൻ അതാഹും ഇൻ ഫീ സുദൂരിഹിം ഇല്ലാ കിബറും മാ ഹും ബിബാലിഗീഹി فاستعذ بالله إنه هو السميع البصير. തീർച്ചയായും തങ്ങൾക്ക് വന്നുകിട്ടിയ യാതൊരു അധികൃത തെളിവും കൂടാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നവർ അവരുടെ ഹൃദയങ്ങളിൽ തങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്ത അഹന്ത നടിക്കൽ മാത്രമാണുള്ളത്. ആകയാൽ അള്ളാഹുവോട് രക്ഷ തേടിക്കൊള്ളുക. തീർച്ചയായും അവൻ തന്നെയാണ് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും. لخلق السماوات والأرض أكبر من خلق الناس ولكن أكثر الناس لا يعلمون. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ മനുഷ്യരിൽ അധിക പേരും ഗ്രഹിക്കുന്നില്ല. وما يستوي الأعمى والبصير والذين آمنوا وعملوا الصالحات ولا المسيء قليلا ما تتذكرون. അന്ധനും കാഴ്ചയുള്ളവനും സമമാവുകയില്ല. അതുപോലെ സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരും ദുർമാർഗിയും തുല്യരാവുകയില്ല. നിങ്ങൾ അല്പം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഇന്ന الساعة لآتية لا ريب فيها ولكن أكثر الناس لا يؤمنون. തീർച്ചയായും അന്ത്യഘട്ടം വന്നെത്തുന്നത് തന്നെയാണ്, അതിലൊട്ടും സംശയമില്ല. പക്ഷേ മനുഷ്യരിൽ അധിക പേരും അത് വിശ്വസിക്കുന്നില്ല. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. ഓ മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നു, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്കുത്തരം നൽകുന്നതാണ്. തീർച്ചയായും എന്നെ ആരാധിക്കുന്ന കാര്യത്തിൽ അഹങ്കരിക്കുന്നവർ നിന്ദനായിക്കൊണ്ട് നരകത്തിൽ പിന്നീട് പ്രവേശിക്കുന്നതാണ്. الله الذي جعل لكم الليل لتسكنوا فيه والنهار مبصرا
إِنَّ اللَّهَ لَذُو فَضْلٍ عَلَى النَّاسِ وَلَكِنَّ أَكْثَرَ النَّاسِ لَا يَشْكُرُونَ. നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി രാത്രിയെയും കണ്ണു കാണാവുന്ന നിലയിൽ പകലിനെയും സൃഷ്ടിച്ചു തന്നവനാണ് അല്ലാഹു. തീർച്ചയായും അല്ലാഹു ജനങ്ങൾക്ക് ഔദാര്യം ചെയ്യുന്നവനാണ്. പക്ഷേ അധികം ആളുകളും നന്ദി ചെയ്യുന്നില്ല. ذَلِكُمُ اللَّهُ رَبُّكُمْ خَالِقُ كُلِّ شَيْءٍ لَا إِلَٰهَ إِلَّا هُوَ فَأَنَّىٰ تُؤْفَكُونَ. അങ്ങനെയുള്ളവൻ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവാണ്, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ്. അവനല്ലാതെ ഒരാരാധ്യനുമില്ല. എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്നും തെറ്റിക്കപ്പെടുന്നത്? كَذَلِكَ يُؤْفَكُ الَّذِينَ كَانُوا بِآيَاتِ اللَّهِ يَجْحَدُونَ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നവർ അപ്രകാരം യാഥാർത്ഥ്യത്തിൽ നിന്നും തെറ്റിക്കപ്പെടുന്നതാണ്. الله الذي جعل لكم الأرض قرارا والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات ذلكم الله ربكم فتبارك الله رب العالمين. നിങ്ങൾക്ക് ഭൂമിയെ ഒരു വാസസ്ഥലവും ആകാശത്തെ ഒരു മേൽത്തട്ടുമാക്കി തന്നവൻ അല്ലാഹുവാണ്. അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയും നിങ്ങളുടെ രൂപങ്ങൾ ഭംഗിയാക്കുകയും നിങ്ങൾക്ക് നല്ല വസ്തുക്കളിൽ നിന്ന് ആഹാരം നൽകുകയും ചെയ്തു. അങ്ങനെയുള്ളവൻ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവാണ്. അപ്പോൾ സർവലോക പരിപാലകനായ അല്ലാഹു വളരെ ഉത്കൃഷ്ട ഗുണങ്ങളുള്ളവൻ തന്നെ. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, അവനല്ലാതെ ഒരാരാധ്യനുമില്ല. അതുകൊണ്ട് കീഴ്വണക്കം അവന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക. ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. ഖുൽ ഇന്നി നുഹീതു അൻ അഅ്ബുദ അല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലമ്മാ ജാഅനിയൽ ബയ്യിനാതു മിർ റബ്ബി വഉമിർതു അൻ ഉസ്ലിമ ലിറബ്ബിൽ ആലമീൻ. നബിയെ, താങ്കൾ പറയുക, എന്റെ രക്ഷിതാവിൽ നിന്ന് എനിക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞിരിക്കെ അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെ ഞാൻ ആരാധിക്കുന്നത് തീർച്ചയായും എന്നോട് വിരോധിക്കപ്പെടുകയും ലോകനാഥന് കീഴൊതുങ്ങി ജീവിക്കണമെന്ന് എന്നോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. هو الذي خلقكم من تراب ثم من نطفة ثم من علقة ثم يخرجكم طفلا ثم لتبلغوا أشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل ولتبلغوا أجلا مسمى ولعلكم تعقلون. മണ്ണിൽ നിന്നും പിന്നെ ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നും പിന്നെ രക്തപിണ്ഡത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണ്. പിന്നെ അവൻ നിങ്ങളെ ശിശുക്കളായി പുറത്തു കൊണ്ടുവരുന്നു. പിന്നെ നിങ്ങളുടെ പൂർണ്ണ യൗവനം പ്രാപിക്കുന്നതുവരെ നിങ്ങളെ അവൻ വളർത്തിക്കൊണ്ടുവരുന്നു. അനന്തരം വൃദ്ധന്മാരാകുന്നതുവരെ നിങ്ങളെ അവൻ അവശേഷിപ്പിക്കുന്നു. അതിനു മുമ്പ് മരണപ്പെട്ടു പോകുന്നവരും നിങ്ങളിലുണ്ട്. നിശ്ചിത അവധി വരെ നിങ്ങൾ എത്തിച്ചേരുവാനും നിങ്ങൾ ചിന്തിക്കുവാനും വേണ്ടിയാണ് ഇതെല്ലാം അവൻ ചെയ്തിരിക്കുന്നത്. هو الذي يحيي ويميت فإذا قضى أمرا فإنما يقول له كن فيكون.
അവൻ തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. എന്നാൽ ഒരു കാര്യം അവൻ തീരുമാനിച്ചാൽ അതിനെക്കുറിച്ച് ഉണ്ടാകുക എന്ന് മാത്രം അവൻ പറയുന്നു, അപ്പോൾ അതുണ്ടാകുന്നു. ألم تر إلى الذين يجادلون في آيات الله أنى يصرفون അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ തർക്കിക്കുന്നവരിലേക്ക് താങ്കൾ നോക്കി കണ്ടില്ലേ അവരെങ്ങനെയാണ് സത്യത്തിൽ നിന്നും തിരിക്കപ്പെടുന്നത്. الذين كذبوا بالكتاب وبما أرسلنا به رسلنا فسوف يعلمون വേദഗ്രന്ഥത്തെയും നമ്മുടെ ദൂതന്മാരെ നാം ഏതൊന്നുകൊണ്ട് അയച്ചിരിക്കുന്നുവോ അതിനെയും നിഷേധിച്ചവരാണവർ. അവർ പിന്നീട് അറിഞ്ഞുകൊള്ളും. إذ الأغلال في أعناقهم والسلاسل يسحبون في الحميم ثم في النار يسجرون അതെ, അവരുടെ കഴുത്തുകളിൽ ആമങ്ങളും ചങ്ങലകളുമാകുമ്പോൾ അവയുമായി ചുട്ടുതിളക്കുന്ന വെള്ളത്തിൽ അവർ വലിച്ചിഴക്കപ്പെടും. പിന്നെ അവരെ നരകത്തിലിട്ട് കത്തിക്കപ്പെടുന്നതാണ്. ثم قيل لهم أين ما كنتم تشركون من دون الله قالوا ضلوا عنا بل لم نكن ندعو من قبل شيئا كذلك يضل الله الكافرين. അനന്തരം അവരോട് ചോദിക്കപ്പെടും, നിങ്ങൾ അല്ലാഹുവിന് പുറമേ പങ്കുചേർത്തവർ എവിടെ? അവർ പറയും, അവർ ഞങ്ങളിൽ നിന്നും മറഞ്ഞുപോയിരിക്കുന്നു. അല്ല, ഞങ്ങൾ ഇതിനു മുമ്പ് യാതൊന്നിനെയും ആരാധിച്ചിരുന്നില്ല. ഇപ്രകാരം അല്ലാഹു സത്യനിഷേധികളെ വഴികേടിലാക്കുന്നു. ذلكم بما كنتم تفرحون في الأرض بغير الحق وبما كنتم تمرحون. ഇതെല്ലാം നിങ്ങൾ ഭൂമിയിൽ അന്യായമായി ആഹ്ലാദിക്കുകയും അഹന്ത കാണിക്കുകയും ചെയ്തതുകൊണ്ടാണ്. أبواب جهنم خالدين فيها فبئس مثوى المتكبرين. അതുകൊണ്ട് നരകത്തിന്റെ വാതിലുകളിൽ കൂടി അതിൽ നിരന്തരവാസികളെന്ന നിലയിൽ നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. എന്നാൽ അഹങ്കാരികളുടെ വാസസ്ഥലം എത്രമാത്രം ദുഷിച്ചതാണ്. فاصبر إن وعد الله حق فإما نرينك بعض الذي نعدهم أو نتوفينك فإلينا يرجعون. അതുകൊണ്ട് നബിയെ, താങ്കൾ ക്ഷമിച്ചുകൊള്ളുക. തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഇനി അവർക്ക് നാം നൽകുന്ന താക്കീതുകളിൽ ചിലത് ഒരുപക്ഷെ താങ്കൾക്ക് നാം കാണിച്ചു തന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് താങ്കളെ നാം പിടിച്ചെടുത്തു. രണ്ടായാലും നമ്മുടെ അടുത്തേക്കാണ് അവർ മടക്കപ്പെടുന്നത്. وَلَقَدْ أَرْسَلْنَا رُسُلًا مِّن قَبْلِكَ مِنْهُم مَّن قَصَصْنَا عَلَيْكَ وَمِنْهُم مَّن لَّمْ نَقْصُصْ عَلَيْكَ وَمَا كَانَ لِرَسُولٍ أَن يَأْتِيَ بِآيَةٍ إِلَّا بِإِذْنِ اللَّهِ فَإِذَا جَاءَ أَمْرُ اللَّهِ قُضِيَ بِالْحَقِّ وَخَسِرَ هُنَالِكَ الْمُبْطِلُونَ. തീർച്ചയായും താങ്കൾക്ക് മുമ്പ് പല ദൂതന്മാരെയും നാം അയച്ചിട്ടുണ്ട്. താങ്കൾക്ക് നാം വിവരിച്ചു തന്നവരും വിവരിച്ചു തരാത്തവരും അവരിലുണ്ട്. അല്ലാഹുവിന്റെ അനുമതി കൂടാതെ ഒരു റസൂലിനും ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാൻ നിവൃത്തിയില്ല. എന്നാൽ അല്ലാഹുവിന്റെ കൽപ്പന വന്നാൽ നീതിപൂർവം വിധി നടത്തപ്പെടുകയും അസത്യവാദികൾ അവിടെ വെച്ച് നഷ്ടത്തിലാവുകയും ചെയ്യും. الله الذي جعل لكم الأنعام لتركبوا منها ومنها تأكلون. അല്ലാഹു നിങ്ങൾക്ക് നാൽക്കാലികളെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളവനത്രേ. അവയിൽ ചിലതിന്മേൽ നിങ്ങൾ സവാരി ചെയ്യാൻ വേണ്ടി അവയിൽ നിന്ന് ചിലത് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു.
وَلَكُمْ فِيهَا مَنَافِعُ وَلِتَبْلُغُوا عَلَيْهَا حَاجَةً فِي صُدُورِكُمْ وَعَلَيْهَا وَعَلَى الْفُلْكِ تُحْمَلُونَ നിങ്ങൾക്കവയിൽ പല പ്രയോജനങ്ങളുമുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ആവശ്യങ്ങൾ അവയുടെ മുകളിലായി നിങ്ങൾ നിറവേറ്റേണ്ടതിനായും അവയെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. അവയുടെ മുകളിലും കപ്പലുകളിലുമായി നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നു. وَيُرِيكُمْ آيَاتِهِ فَأَيَّ آيَاتِ اللَّهِ تُنْكِرُونَ തന്റെ പലതരം ദൃഷ്ടാന്തങ്ങൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എന്നിരിക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? أَفَلَمْ يَسِيرُوا فِي الْأَرْضِ فَيَنظُرُوا كَيْفَ كَانَ عَاقِبَةُ الَّذِينَ مِنْ قَبْلِهِمْ كَانُوا أَكْثَرَ مِنْهُمْ وَأَشَدَّ قُوَّةً وَآثَارًا فِي الْأَرْضِ فَمَا أَغْنَى عَنْهُمْ مَا كَانُوا يَكْسِبُونَ എന്നാൽ ഇവർ ഭൂമിയിൽ സഞ്ചരിക്കുകയും എന്നിട്ട് ഇവർക്ക് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയാണായതെന്ന് നോക്കിക്കാണുകയും ചെയ്യുന്നില്ലേ? അവർ ഇവരെക്കാൾ അധികമുള്ളവരും ശേഷിയിലും ഭൂമിയിലെ അവശിഷ്ടങ്ങളിലും കൂടുതൽ ശക്തരുമായിരുന്നു. എന്നിട്ടും തങ്ങൾ ഉണ്ടാക്കി വെച്ചതൊന്നും അള്ളാഹുവിന്റെ ശിക്ഷ തടയുന്നതിന് അവർക്ക് പ്രയോജനം ചെയ്തില്ല. فَلَمَّا جَاءَتْهُمْ رُسُلُهُم بِالْبَيِّنَاتِ فَرِحُوا بِمَا عِندَهُم مِّنَ الْعِلْمِ وَحَاقَ بِهِم مَّا كَانُوا بِهِ يَسْتَهْزِئُونَ അവരിലേക്കുള്ള ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുക്കൽ ചെന്നപ്പോൾ തങ്ങളുടെ പക്കലുള്ള അറിവ് കൊണ്ട് അവർ സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും തങ്ങൾ പരിഹസിച്ചുകൊണ്ടിരുന്നതുമായ ശിക്ഷ അവരിൽ വന്നിറങ്ങുകയും ചെയ്തു. فَلَمَّا رَأَوْا بَأْسَنَا قَالُوا آمَنَّا بِاللَّهِ وَحْدَهُ وَكَفَرْنَا بِمَا كُنَّا بِهِ مُشْرِكِينَ അങ്ങനെ നമ്മുടെ ശിക്ഷ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിതാ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനോട് പങ്കുചേർത്തതിന് ഞങ്ങളിതാ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. فَلَمْ يَكُ يَنفَعُهُمْ إِيمَانُهُمْ لَمَّا رَأَوْا بَأْسَنَا سُنَّةَ اللَّهِ الَّتِي قَدْ خَلَتْ فِي عِبَادِهِ وَخَسِرَ هُنَالِكَ الْكَافِرُونَ എന്നാൽ നമ്മുടെ ശിക്ഷ കണ്ടപ്പോഴുള്ള വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടുകയുണ്ടായില്ല. അതെ, അള്ളാഹുവിന്റെ അടിമകളിൽ മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള അവന്റെ നടപടിക്രമം തന്നെ സത്യനിഷേധികൾ അവിടെ വെച്ച് നഷ്ടപ്പെട്ടവരാവുകയും ചെയ്തു.